അങ്ങനെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ളൊരു പ്രശ്നമാണ് കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാന്നുള്ളത്. കുട്ടികളെ കണ്ണിന്റെ നേരം കണ്ടുകൂടാ. അതായത് വല്യപ്പാക്ക് ആകെ പെരയിൽ 2 പണി. അന്നത്തെ സമുദായത്തിന്റെ വലിയൊരു ദുര്യോഗം എന്ന് പറയാനേ, കുട്ടികൾ ഇങ്ങനെ ദേശങ്ങൾ വലുതായി വന്നാൽ ഇമ്മിയും മക്കളും കൂടി ഒന്നാവും. എന്നിട്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ട. മൂപ്പർക്ക് ആകെ പെരയിൽ 3 പണിയുള്ളൂ. ഒന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മീൻ കൊണ്ടുവരിക, രണ്ടാമത്തത് നഴ്സറി കുട്ടിനെ വണ്ടി കയറ്റി കൊടുക്കുക, മൂന്നാമത്തെ പണി വൈകുന്നേരത്തെ ഒരു ടോർച്ച് എടുത്തുകൊണ്ട് പള്ളിക്ക് പോയിട്ട് ഹൗസിൽ നിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ്, കാൽമക്കൂടെ പാർന്നാലും പ്രശ്നമാണ്, പാർന്നില്ലെങ്കിലും പ്രശ്നമാണ്. ഇതാണ് സംഗതി. ഇത് വയസ്സാവുമ്പോഴുള്ള ഒരു മാറ്റാണ്. വയസ്സന്മാർക്ക് കുട്ടികളെ കണ്ണിൻ്റെ ഇറക്കണം. എല്ലാവർക്കും ഒന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എല്ലാ വയസ്സന്മാരും കൂടി ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ പിന്നാലെ കൂടെ നിൽക്കൊന്നും വേണ്ട. കുറച്ചാൾക്കാർ അങ്ങനെ ഉണ്ട്. നിങ്ങൾക്കും തോന്നാണ്ടോ നിങ്ങൾ ചിരിക്കണതല്ലേ, നിങ്ങൾ ചിരിക്കില്ലല്ലോ, നിങ്ങൾ അച്ചപ്പായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ചെയ്യാം. സംഗതി അങ്ങനെയാണേ. അതായത് പേരക്കുട്ടി വിരുന്ന് വരിക എന്ന് പറയുമ്പോൾ വല്യപ്പാക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസം തിരക്കുണ്ടാവില്ല. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ചൊറിഞ്ഞ് മാന്തി അപ്പടി ഇപ്പടി അങ്ങോട്ട് ഇങ്ങോട്ട് സൈക്കിൾമ കയറാൻ പാടില്ല, സൈക്കിൾമ ഇറങ്ങാൻ പാടില്ല.